ഷീബാസ് രുചിയിടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാന്താരി വെച്ചുള്ള ഒരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാന്താരി ലഭിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇങ്ങനെ അച്ചാറിട്ടും ഉപ്പിലിട്ടുമൊക്കെ വയ്ക്കാവുന്നതാണ്. ഇത് പലതരത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. മുളകിട്ട് ചുവന്ന കളറിലും അതുപോലെ തന്നെ മുളകിടാതെ വെള്ള കളറിലും ഒക്കെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് വെള്ളക്കാന്താരി വെച്ച് ഒരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കാന്താരി അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് കാന്താരി കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം. നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളം കാന്താരി കിട്ടാനുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു അച്ചാറാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്നതാണ്. കാന്താരി വെള്ളക്കിടുകയാണ് ചെയ്യുന്നത്. അതായത് മുളക് പൊടി ചേർക്കാതെ മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളക്കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനാകുമ്പോൾ എരിവ് നല്ലോണം കുറവാണ്. ഇതാണ് ശരിക്കും അച്ചാറിടാനായിട്ട് നല്ലത്. അപ്പോൾ ആ കാന്താരി നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒട്ടും ഈർപ്പമില്ലാതെ തന്നെ ഇത് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് പിളർന്നെടുക്കാം. അപ്പോൾ അതിനകത്തൊക്കെ നല്ലോണം ഉപ്പും പുളിയൊക്കെ കയറാൻ സഹായിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറ്റം പിളർന്നിടുന്നത്. അങ്ങനെ എല്ലാം ഇപ്പോൾ ഇതുപോലെ അറ്റം പിളർന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലവണ്ണം പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം ഇടണം. എത്ര കാന്താരി എടുക്കുന്നോ അത്ര തന്നെ വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വെളുത്തുള്ളി ഒന്ന് പിളർന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 100 ഗ്രാം കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 50 ഗ്രാമിന് മേളിലോട്ട് വെളുത്തുള്ളി ഇടുവാണ് എപ്പോഴും നല്ലത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വെളുത്തുള്ളി കഴിക്കാനായിട്ട്. ഇനി വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഒത്തിരി വഴറ്റിയെടുക്കണ്ട. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി കൂട്ടി ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും. അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ചു വരണം. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, വേണ്ടവരിട്ടാൽ മതി. അല്ലെങ്കിൽ വെള്ള കളറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു സ്ലൈറ്റ് യെല്ലോ കളർ കിട്ടും ഇങ്ങനെ ഇടുവാണെങ്കിൽ. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം. കാന്താരി ഇട്ടതിന് ശേഷം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ചാറ് കുറച്ചുണ്ടാവുള്ളൂ. ചാറ് എത്ര വേണം എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരിയുടെയും തിളപ്പിച്ചാറിയ വെള്ളത്തിൻ്റെയും അളവ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പുളിയൊക്കെ നോക്കുക. പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കഞ്ഞിക്കോ കപ്പയ്ക്കോ ചോറിനോ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓണമൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. കുറേ കാലം ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്തോളൂ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.